യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ ഒന്നും ദൈവസഭയുടെ ഏക പ്രത്യാശയുമാണ്. യേശുവിന്റെ വരവിന് മുൻപ് നടക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് ശ്രമിക്കാം. ഇത് IAGM എക്കോ. ഈ വീഡിയോ കാണുന്ന ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ സ്നേഹ വന്ദനം രേഖപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപ് നടക്കുന്ന അടയാളങ്ങളിൽ 2 കാര്യങ്ങളെ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. മൂന്നാമത്തെ അടയാളം, സഭ മയക്കം പിടിച്ച് ഉറങ്ങും. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. യേശുക്രിസ്തുവിന്റെ വരവിനോടനുബന്ധിച്ച് യേശു പറഞ്ഞ ഒരടയാളമാണ് മണവാളന് വേണ്ടി കാത്തിരുന്ന 10 കന്യകമാർ. മണവാളൻ വരുവാൻ താമസിച്ചപ്പോൾ അവർ മയക്കം പിടിച്ച് ഉറങ്ങി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ വരവിന് മുൻപ് 2 കാര്യമുണ്ട്. ഒന്ന്, വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ സഭ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന നിലയിലായിരിക്കുമെന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ച് കാണാൻ കഴിയും. ഈ 7 സഭകളും 7 കാലഘട്ടങ്ങളായി വേദപണ്ഡിതന്മാർ തരംതിരിച്ചിരിക്കുന്നു. അത് സത്യമാണ്. അതിൽ 7ാമത്തെ സഭയാണ് ലവോദിക്ക സഭ. ഈ ലവോദിക്ക സഭയുടെ കാലഘട്ടം AD 1900 മുതൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ ഉള്ള കാലയളവാണ്. അപ്പോൾ ഈ കാലയളവുകളിൽ സഭ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായി അവൻ കാണപ്പെടും എന്ന് യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. രണ്ടാമത്തെ അടയാളം മത്തായി 25:5 പറഞ്ഞിരിക്കുന്നത്, മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന സഭ എണ്ണ ഉള്ളവരും എണ്ണ ഇല്ലാത്തവരും മയക്കം പിടിച്ച് ഉറങ്ങി. എന്താണ് ഉറക്കം? അതിനെക്കുറിച്ച് തിരുവചനങ്ങൾ വ്യക്തമായി വായിക്കുമ്പോൾ നിർഭയ സ്വരം എന്ന് പറഞ്ഞ നിർഭയമായുള്ള ഒരു ജീവിത ശൈലി, ഉണർവില്ലാത്ത ഒരു ജീവിതം, ഇതാണ് ഉറക്കം എന്ന് പദത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് യേശു പറഞ്ഞതും സഭ ഉറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ്. യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തതും സഭ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായുള്ള അവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ്. 20-21 നൂറ്റാണ്ടുകളിൽ അനവധി ദൈവദാസന്മാർ, വേദപണ്ഡിതന്മാർ, പല പ്രവാചകന്മാർ പറയുന്ന കാര്യം വരവിന് മുൻപ് ഒരു ഉണർവ് ഉണ്ടാകും എന്നാണ്. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് ഉണർവുണ്ടാകും എന്നതിന് പ്രവാചകന്മാരും വേദപണ്ഡിതന്മാരും ദൈവദാസന്മാരും അവർ ഉദ്ധരിക്കുന്നതായ ഒരു പദം മുൻമഴ പിന്മഴ. ഈ മുൻമഴ പിന്മഴ എന്നത് സഖരിയാ പ്രവചനം 10-ാം അധ്യായം 1-ാം വാക്യം, യോവേൽ പ്രവചനം 2-ാം അധ്യായം 23-ാം വാക്യം, ഇതുപോലത്തെ പല വാക്യങ്ങളെയും ആസ്പദമാക്കി അവർ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെക്കുറിച്ച് മുൻമഴ പിന്മഴ എന്ന് 2ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ അവർ പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ സഭയുടെ മേൽ പകരപ്പെട്ട ആത്മപകർച്ച അത് മുൻമഴ എന്നും, ഇനി ഒരു പിന്മഴ പെയ്യേണ്ടതുണ്ട്, അത് യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപാണ് സംഭവിക്കുന്നു എന്നും അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്ത ആത്മാവിന്റെ പകർച്ചയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് അതിനെ എടുത്ത് ഉദ്ധരിച്ചു പറയുകയാണ്. പിന്മഴ പെയ്തു കഴിഞ്ഞു. അത് എന്നാ പെയ്തു കഴിഞ്ഞത്? യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാർ ഉൾപ്പെടെ 120 പേർ
മാളികമുറിയിൽ കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ വേണ്ടി അവർ കാത്തിരുന്നപ്പോൾ പെന്തക്കോസ്തെ പെരുന്നാളിൽ ദൈവാത്മാവിന്റെ പകർച്ച വെളിപ്പെടുവാനിടയായി. അന്നാണ് ആത്മാവിന്റെ മഴ പെയ്യുന്നത്. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ പ്രാപിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ആത്മപകർച്ചയുടെ കാര്യം യോവേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലൻ പത്രോസ് എടുത്തു പറയുമ്പോൾ പറയുകയാണ്, അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ആത്മാവിന്റെ മഴ പെയ്പ്പിക്കും, പിന്മഴ പെയ്പ്പിക്കും. അപ്പൊ ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഏതാണ്? ചിലർ വ്യാഖ്യാനിക്കുന്ന അന്ത്യകാലം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വരവിനോട് അനുബന്ധിച്ചുള്ള ഇന്ന് നാം ജീവിക്കുന്ന കാലം അന്ത്യകാലമെന്നാണ്. നമുക്ക് തെറ്റുപറ്റിപ്പോയി. കാരണം അന്ത്യകാലം എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല. അന്ത്യകാലം ആരംഭിച്ചത് 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്തെ പെരുന്നാളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച അന്ന് കൂടിയിരുന്ന 120 പേരുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അന്ത്യകാലം ആരംഭിച്ചു കഴിഞ്ഞു. അന്ന് മുതൽ കർത്താവിന്റെ വരവിന് മുൻപ് ഉള്ള യേശുക്രിസ്തുവിന്റെ കാലം ഉൾപ്പെടെയുള്ള കാലങ്ങൾ എല്ലാം അന്ത്യകാലത്ത് ഉൾപ്പെട്ടതാണ്. അതെങ്ങനെ? തെളിവ് തരാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ പഠിച്ചു നോക്കിയാൽ 2 സംഭവങ്ങളായി അത് തരംതിരിച്ചിരിക്കുന്നു. പലരും അതിന് ശ്രദ്ധിക്കാറില്ല. ഒന്ന്, 1-ാം നൂറ്റാണ്ടിൽ നടന്ന ആത്മാവിന്റെ പകർച്ച. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17-ഉം 18-ഉം വാക്യത്തിൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനുമേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഈ 18-ാം വാക്യം വരയ്ക്കും സംഭവിച്ചത്, പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അവർ ദർശനം പ്രാപിച്ചു, പ്രവചനം പറഞ്ഞ്, അന്യഭാഷ പറഞ്ഞ്, സുവിശേഷ പ്രഘോഷണം നടന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട്. ഇനി 2-ാമത്തെ സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 19, 20, 21 വാക്യങ്ങളിൽ, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ രക്തം, പുക, തീ, സൂര്യൻ ഇരുളായി മാറുന്നത്, ചന്ദ്രൻ രക്തമായി മാറിപ്പോകുന്നത് എപ്പോൾ സംഭവിക്കുന്നത്? ഇത് ആത്മാവിന്റെ പകർച്ച ഉള്ള നാളുകളിലല്ല. അത് യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് എതിർക്രിസ്തുവിന്റെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. തീയും പുകയും, സൂര്യൻ ഇരുണ്ടു പോകുന്നതും ചന്ദ്രൻ രക്തതുല്യമായി മാറുന്നതും ഇതൊക്കെ സംഭവിക്കുന്നത് എതിർക്രിസ്തുവിന്റെ കാലത്തിലാണ്. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നത് അന്ത്യകാലത്ത്. അപ്പൊ അന്ത്യകാലം എന്ന് പറയുന്നത് ആരംഭിച്ചു കഴിഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ പകർച്ച പെന്തക്കോസ്തെ പെരുന്നാളിൽ കാത്തിരുന്ന 120 പേരുടെ മേൽ
പകരപ്പെട്ട അന്ന് മുതൽ ആരംഭിക്കുകയാണ് അന്ത്യകാലം. അത് എതുവരേക്ക് നീണ്ടു നിൽക്കുന്നെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വരവ് വരയ്ക്ക് നീണ്ടു നിൽക്കുകയാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ 2 വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് ഇനി ഒരു ഉണർവ് ഇല്ല. കാരണം യേശുക്രിസ്തു പറഞ്ഞത് സഭ ഉറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പോസ്തലനായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തതും സഭ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത അനുഭവത്തിൽ ശീതോഷ്ണവാനായിരിക്കുന്ന ജീവിതമാണ് അവിടെ ജീവിതത്തിൽ കാണപ്പെടുമെന്നാണ് ദൈവദാസന്മാർ, പ്രവാചകന്മാർ, വേദപണ്ഡിതന്മാർ പറയുന്നത്. ഇന്നൊരു ഉണർവ് വരും. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ തെക്കൻ കോണിൽ നിന്ന് ഒരു ഉണർവിന്റെ കാറ്റ് എഴുന്നേറ്റ് അത് ലോകം മുഴുവനും വ്യാപിച്ച് വളരെ വലിയ ഉണർവുണ്ടാകും എന്ന് പല ദേവദാസന്മാരും പ്രവാചകന്മാരും പറഞ്ഞ് അവർ കാത്തിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ചതിവിൽ അകപ്പെട്ടു പോകരുത്. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് ഒരു ഉണർവില്ല. സഭ ഉറങ്ങുമെന്നാണ് യേശു പറഞ്ഞത്. യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്തത് സഭ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത അനുഭവത്തിലായിരിക്കുമെന്നാണ്. ഇനി 21-ാം നൂറ്റാണ്ട് ഉണർവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നാം ഉണരണം. ഇനി എന്താണ് ഉണർവ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. എന്താണ് ഉണർവ്? ഈ ഉണർവിന്റെ അനുഭവത്തെ ചരിത്ര രീതിയിൽ ചിന്തിച്ചാൽ 2 കാലഘട്ടങ്ങളിൽ വളരെ ഉണർവിന്റെ അനുഭവം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അപ്പോസ്തലന്മാരാൽ 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിലൊക്കെയും ഉണർവിന്റെ കാറ്റ് വീശിയടിക്കുവാൻ ഇടയായിത്തീർന്നു. ഇനി 2, 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരയ്ക്കും 20-ാം നൂറ്റാണ്ടിൽ ചില കാലങ്ങൾ വലിയ ഒരു ഉണർവിന്റെ കാറ്റ് വീശിയടിക്കുവാൻ ഇടയായിത്തീർന്നു. അതെന്താണ് ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ച ഉണർവിന്റെ കാലഘട്ടങ്ങൾ? ഇനി 1-ാം നൂറ്റാണ്ടിന്റെയും 16-ാം നൂറ്റാണ്ടിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും ഉണർവിന്റെ കാറ്റടിച്ചിട്ടുണ്ട് എന്ന് ചരിത്രരേഖകൾ പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് ഉണർവ്? തിരുവചനാടിസ്ഥാനത്തിൽ ദൈവത്താൽ വരുന്ന ഉണർവ് എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ പകർച്ച. ആ പരിശുദ്ധാത്മാവിന്റെ പകർച്ച യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ 120 പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകർന്നു കഴിഞ്ഞു. അവരന്യഭാഷകൾ സംസാരിച്ച് പിന്നീടത്തേക്കുള്ള നാളുകളിൽ കൃപാവരങ്ങൾ ജ്വലിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ് ഉണർവിന്റെ 1-ാമത്തെ അടയാളം. 2-ാമത്തത് ജനം രക്ഷിക്കപ്പെടും. 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് മുഖാന്തിരം അവന്റെ പ്രസംഗം കേട്ട് 3000 പേർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു. പിന്നീട് അത് 5000-ആയി മാറി. പിന്നീടത്തതിൽ അത് 7000-ആയി മാറി. പിന്നീടത്തിൽ അത് സുവിശേഷ മുഖാന്തിരം ധാരാളം ജനം രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. പിന്നീടത്തതിൽ 16-ാം നൂറ്റാണ്ട് വരയ്ക്കും ഉള്ള കാലഘട്ടങ്ങളിൽ ധാരാളം ജനം രക്ഷിക്കപ്പെട്ട്, പക്ഷെ ഇതുപോലെ കൂട്ടം കൂട്ടമായി അല്ലാതാനും. എന്നാൽ 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരയ്ക്കും ജനം ഉണർവിന്റെ ആഹ്ലാദത്തിൽ ഉണർവിനാൽ ജനം കൂട്ടം കൂട്ടമായി രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ലക്ഷക്കണക്കിൽ രൂപ ചെലവഴിച്ച് യോഗങ്ങൾ ക്രമീകരിക്കുന്നു, സെമിനാറുകൾ ക്രമീകരിക്കുന്നു, യൂത്ത് ക്യാമ്പുകൾ ക്രമീകരിക്കുന്നു, വിവിധ യോഗങ്ങൾ ക്രമീകരിച്ചാലും എത്ര പേർ രക്ഷിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, എത്ര പേർ സ്നാനപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, എത്ര പേർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരുന്നെന്ന് ചോദിച്ചാൽ വളരെ വിരൽ വിട്ട് എണ്ണുന്ന അളവിൽ മാത്രം. രക്ഷിക്കപ്പെടുന്ന ജനത്തിന്റെ സംഖ്യ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അത് യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തത്, ഉണർവിന്റെ അടയാളം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുത അടയാളങ്ങളും രോഗശാന്തികളും നടക്കും. 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, പ്രത്യേകാൽ 16 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ധാരാളം രോഗശാന്തിയും അത്ഭുത അടയാളങ്ങളും യേശുക്രിസ്തു അപ്പോസ്തലന്മാരും ചെയ്തതുപോലെ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവദാസന്മാരെ ദൈവം കരങ്ങളെടുത്ത് ധാരാളം അത്ഭുതങ്ങൾ നടക്കുവാനിടയെ തീർന്നു, ധാരാളം രോഗശാന്തി നടക്കുവാനിടയെ തീർന്നു. 21-ാം നൂറ്റാണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുന്നില്ല എന്നല്ല, പണ്ടുള്ളതുപോലെ ഇല്ല. പല രോഗശാന്തി ശുശ്രൂഷകളും ഇന്ന് വളരെ വ്യാജ മാർഗത്തിലൂടെ നടക്കുന്നു എന്നുള്ളതും സത്യമാണ്. പല രോഗശാന്തി ശുശ്രൂഷകളും ഈ നടക്കുന്നുണ്ട്, പക്ഷെ രോഗസൗഖ്യം പ്രാപിക്കുന്നവർ വളരെ ചുരുക്കമെന്നേ ഉള്ളൂ. ഉണർവിന്റെ 4-ാമത്തെ അടയാളം കൃപാവരങ്ങൾ. 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ തുടർന്നു വരുന്ന എടുത്തു പറയുന്ന 16 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ കൃപാവരങ്ങൾ ധാരാളം ജ്വലിച്ചു വന്നു. പ്രവചനവരങ്ങൾ, അന്യഭാഷാവരങ്ങൾ, രോഗശാന്തി വരങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 9 കൃപാവരങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുകയാണ്. ആ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെട്ടത് ഉണർവിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഉണർവായിരുന്നു. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ പ്രവചനം ഉണ്ട്, പ്രവാചകന്മാരുണ്ട്, എന്നാൽ പല പ്രവചനങ്ങളെയും പരിശോധിക്കേണ്ടതുണ്ട്. പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്യഭാഷ ഉണ്ട്, പക്ഷേ അന്യഭാഷയെ വ്യാഖ്യാനിക്കണം, അതിന്റെ വരം ഉണ്ടെന്ന് പൗലോസ് രേഖപ്പെടുത്തി. ഇന്നത്തെ കാലഘട്ടത്തിൽ അന്യഭാഷ ധാരാളമുണ്ട്, അത് മാത്രമാ സംഭവിക്കുന്നത്. എവിടെ വ്യാഖ്യാനപരം? വിരളമായി 1ഉം 2ഉം അവിടെ അവിടെ കാണാം. ഉറങ്ങുന്ന അനുഭവമാണ്. അപ്പോൾ എന്താണ് ഉണർവ്? 1, പരിശുദ്ധാത്മാവിന്റെ പകർച്ച. 2, ജനം കൂട്ടം കൂട്ടമായി 1000 രക്ഷിക്കപ്പെടുക. 3, അത്ഭുത അടയാളങ്ങളും രോഗശാന്തിയും. 4, കൃപാവരങ്ങൾ. ഇതൊക്കെയുമാണ് ഉണർവ്. എന്നാൽ നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ വിശേഷാൽ ഉണർവ് എന്ന് പറയുന്നതിന് ഒരു 4 കാര്യം ഞാൻ പറയാം. 1, യോഗങ്ങളിൽ ജനക്കൂട്ടം വരികയാണെങ്കിൽ അത് ഭയങ്കര ഉണർവാണ്. 2, വലിയ വലിയ പാട്ടുഗ്രൂപ്പുകൾ, കൊയർ, വലിയ ഗാനമേള നടന്ന് പാട്ടുകളെല്ലാം പാടി ഒരു ഉണർവിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ് വലിയ ഉണർവ്. 3, വാദ്യോപകരണങ്ങളെ ഒരു 10-50 വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ടുപാടി ആരാധിച്ച്, ഇനി വാദ്യോപകരണങ്ങളെ അടിച്ചു മുളക്കി നിർത്താതെ അവസാനം വരേക്കും ആത്മാവിനെ ഇളക്കുന്ന വാദ്യോപകരണ വായന. ഇതാണ് ഉണർവ്. ഇനി 4, ജനത്തെ എഴുന്നേറ്റ് നിർത്തി കൈകളെല്ലാം ഉയർത്തി ഗാനങ്ങളെ ആലപിച്ച് വാദ്യോപകരണങ്ങളെ ഉപയോഗിച്ച് എല്ലാവരും ആത്മാവിന്റെ നിലവിലേക്ക് അവരെ എത്തിപ്പിച്ച് കൈകളെ അടിച്ച് ആത്മാവിൽ ആരാധിച്ചു കഴിഞ്ഞാൽ ഒരാശ്വാസം, വലിയ ഉണർവാണ്. പ്രിയമുള്ളവര്, ജനക്കൂട്ടം കൂടുന്നതല്ല ഉണർവ്. പക്ഷേ ജനക്കൂട്ടത്തിൽ ജനം രക്ഷിക്കപ്പെടണം, അതാണ് ഉണർവ്. വലിയ കൊയറും ഗാനമേളയും അല്ല ഉണർവ്. യോഗങ്ങൾ അതിരിക്കുന്നത് നല്ലതാണ്. 3, വാദ്യ ഉപകരണങ്ങളെ അടിച്ച് ഇളക്കി ആത്മാവിന്റെ പകർച്ച ഉണ്ടാക്കുന്ന ഒരു രീതി. ഇനി അന്യഭാഷ പറയുന്നവർ അന്യഭാഷ നിർത്തിയാലും ഈ വാദ്യോപകരണം വായിക്കുന്ന വാദ്യോപകരണം നിൽക്കുകയില്ല. ഇതല്ല ഉണർവ്. പക്ഷെ വാദ്യോപകരണങ്ങളും ഗാനങ്ങളും
ധ്യാനിച്ചുള്ള അനുഭവങ്ങളും ആരാധനയും എല്ലാം ആവശ്യമാണ്. പക്ഷെ ഇത് ഉണർവില്ല. എഴുന്നേൽപ്പിച്ച് നിർത്തി ഉള്ള ആത്മാവിന്റെ ഒരു ആരാധന, ഇതാണ് ഉണർവ് എന്ന് പറയുന്നത്. ചിലർ, പ്രിയമുള്ളവരെ, ഇതല്ല ഉണർവ്. ഈ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 കൂട്ടം കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. 1, ആത്മാവിന്റെ പകർച്ച ഉണ്ടോ? ഇന്ന് ആത്മാവിന്റെ പകർച്ച എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുള്ള ആത്മാവിന്റെ വ്യാപനം. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വീഡിയോ കണ്ട്, ഏതോ ഒരു വെള്ള പൊടിയെടുത്ത് ജനത്തിന്റെ ഇടയിലേക്ക് ഇങ്ങനെ വീശി എറിഞ്ഞ് അവരൊക്കെയും തുള്ളിക്കുതിച്ച് അവർ തറയിലേക്ക് വീണ്. പരിശുദ്ധാത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പൊടിവാരി എറിയേണ്ട ആവശ്യമില്ല, കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആത്മാവിന്റെ പകർച്ച. 2, ജനം രക്ഷിക്കപ്പെടണം. ഇന്ന് രക്ഷിക്കപ്പെടുന്ന ജനത്തിന്റെ സംഖ്യ എത്ര? വളരെ വിരളമായി ചുരുങ്ങിപ്പോയി. 3, അത്ഭുത രോഗശാന്തികളും അത്ഭുത അടയാളങ്ങൾ നടക്കണം. ഇത് ഇന്ന് എത്രമാത്രം ഉണ്ടായിരിക്കുന്നു? പലരും നടത്തുന്നതും വ്യാജമായുള്ള പ്രവർത്തനങ്ങളല്ലേ? 4 കൃപാവരങ്ങൾ, അതാണ് ഉണർവ്. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെടുകയാണ്. ഇന്ന് കൃപാവരങ്ങൾ ഏത് നിലയിലൊക്കെയും ഉപയോഗിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ വളരെ വിരളമായുള്ള ചുരുങ്ങിയ നിലയിലുള്ള കൃപാവരങ്ങളാണ് ഇന്ന് ജ്വലിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ വിധ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ വ്യാജ ശുശ്രൂഷകളെയും വ്യാജ പ്രവർത്തനങ്ങളെയും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. 1000 ജനം അഭിഷേകം പ്രാപിക്കുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ചിലർ പറയുന്നത് ജനം രക്ഷിക്കപ്പെടുന്നു. ഞാൻ 1000 സഭ ഉണ്ടാക്കി, 3000 സഭ ഉണ്ടാക്കി, 5000 ജനം രക്ഷിക്കപ്പെട്ട് നടന്നിരിക്കാം. പക്ഷെ ഇന്നത്തെ 21ാം നൂറ്റാണ്ടിൽ അത് സംഭവിക്കുന്നുവോ പരിശോധിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 20 നൂറ്റാണ്ടിൽ നടക്കുന്ന യോഗയുടെ ആൾക്കൂട്ടവും വലിയ കൊയറും ഗാനമേളയും വാദ്യോപകരണം അടിച്ച് മുളക്കുന്ന അനുഭവവും, ഈ ചെണ്ട അടിച്ച് മുളക്കുന്ന വേറൊരു കൂട്ടമുണ്ട്. ആ ചെണ്ട അടിച്ച് മുളക്കി അവർക്ക് ആത്മാവിനെ ഇളക്കുന്നത് പോലെ ആത്മീകരെന്ന് പറയുന്ന ദൈവമക്കൾ വാദ്യോപകരണങ്ങളെ അടിച്ച്, ചെണ്ട അടിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ അടിച്ചു മുഴക്കി ആത്മാവിനെ ഇളക്കി വിടുന്നത് വ്യാജമാണ്. അത് ദൈവവചനത്തിൽ നിരക്കുന്നതല്ല, യോജിച്ചതല്ല. എന്നാൽ വാദ്യോപകരണങ്ങൾ വളരെ സ്വാദ് നിലയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ആത്മീയ ആരാധനകൾക്ക് വളരെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ 1ാം നൂറ്റാണ്ടിൽ മുതൽ 19ാം നൂറ്റാണ്ട് വരയ്ക്കുമുള്ള കാലഘട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടന്ന ഉണർവിന്റെ, നമ്മേലെ പറഞ്ഞ ഉണർവിന്റെ അനുഭവങ്ങൾ ഉണ്ടോ എന്ന് 21ാം നൂറ്റാണ്ടിൽ പരിശോധിച്ചാൽ ഇല്ല. ദൈവദാസന്മാരെല്ലാവരും പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞു പ്രസംഗിച്ച് പ്രവചിച്ചുകൊണ്ട് നടക്കുക. ഇതാ ഒരു ഉണർവ് തെക്കൻ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പാഞ്ഞ് ലോകം മുഴുവനും ഒന്ന് വ്യാപിച്ച് ഉണർവിന്റെ കാറ്റടിക്കാൻ പോകുന്നു. എന്റെ ബൈബിളിലില്ല. യേശു പറഞ്ഞത്, യേശുവിന്റെ വരവിന് മുമ്പ് സഭ ഉറങ്ങുമെന്നാണ്. യോവാന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് സഭ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായിരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവർക്ക് കിട്ടുന്ന വെളിപ്പാടുകൾ സഭയ്ക്ക് ഒരു വലിയ ഉണർവുണ്ടാവുന്നതാണ്. ഇതാര് വെളിപ്പെടുത്തി കൊടുക്കുന്നോ അവർക്കേ അറിയാവും. പക്ഷെ ദൈവവചനം വെളിപ്പെടുത്തുന്നത് യേശു പറഞ്ഞതും അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പെടുത്തി കിട്ടിയതുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ വരവിന് മുൻപ് സഭയിൽ നടക്കുന്ന അടയാളങ്ങളിൽ 3ാമത്തെ അടയാളം മത്തായി 25:5 പറഞ്ഞിരിക്കുന്ന വാക്യപ്രകാരം മണവാളനാകുന്ന ക്രിസ്തു വരുമ്പോൾ സഭ മയക്കം പിടിച്ചു ഉറങ്ങും. ഈ ഉറക്കം എന്ന് പറയുന്ന പദത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് നിർഭയ സ്വരം.
നിർവിചാരമായുള്ള ഒരു ജീവിതം, ഉണർവില്ലാത്ത ജീവിതം, ഇതിനെക്കുറിച്ചാണ് മയക്കം പിടിച്ച ഉറക്കമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ വരവിന് മുൻപ് സഭ നിർഭയ സ്വരമുള്ളവരായിരിക്കും, നിർവിചാരമായുള്ള ജീവിതമായിരിക്കും, ഉണർവില്ലാത്ത ജീവിതമായിരിക്കും. അതാണ് സഭ ഉറങ്ങുന്നതെന്നാണ്. ലോകത്തുള്ളവരെ കുറിച്ചല്ല, സഭയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് തിരുവചന വെളിച്ചത്തിൽ എല്ലാ വിശ്വാസികൾക്കും ദൈവദാസന്മാർ പ്രസംഗിക്കുന്നതുമായ ഈ ഉറക്കത്തിന്, അല്ലെങ്കിൽ മയക്കം പിടിച്ച് ഉറങ്ങുന്ന ഉറക്കത്തിന് ഒരു 4 ഉദാഹരണങ്ങളെ തിരുവചനത്തിൽ നിന്ന് എടുത്തു കാണിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ഒന്നാമത്തേത്, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യം പഠിക്കുമ്പോൾ ആ അധ്യായത്തിൽ ശിംശോനെ കുറിച്ചുള്ള ചരിത്രഭാഗങ്ങളെയാണ് കാണുന്നത്. ഈ ശിംശോൻ ദലീലാളുടെ മടിയിൽ അവൻ മയക്കം പിടിച്ച് കിടന്നുറങ്ങി. ഇത് ബൈബിൾ അറിയാന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതോട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ശിംശോൻ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങിയത് എന്തിനു വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടുവോ ആ പ്രതിഷ്ഠയെ മറന്നാണ് അവൻ ഉറങ്ങിയത്. അവന്റെ തലയിൽ ശവരക്കത്തി പടരുത്, വീഞ്ഞു കുടിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, മുന്തിരിയുടെ തൊലി പോലും ഉപയോഗിക്കരുത് എന്നുള്ള പ്രതിഷ്ഠ ഉള്ള മനുഷ്യനായിരുന്നു. പക്ഷെ ആ പ്രതിഷ്ഠയെ മറന്ന് ദലീലയുടെ മടിയിൽ അവൻ കിടന്നുറങ്ങിയപ്പോൾ അവന്റെ പ്രതിഷ്ഠ നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ദലീല മുഖാന്തിരം അവൻ്റെതായ മുടി മുഴുവനും സവരം ചെയ്ത് എടുത്തു കളഞ്ഞപ്പോൾ അവന്റെ ബലം പോയി, അവന്റെ പ്രതിഷ്ഠ പോയി, അവന്റെ ശുശ്രൂഷ പോയി. ഇന്നത്തെ കാലഘട്ടം ദൈവത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട അനേക ദൈവദാസന്മാർ, അനവധി വിശ്വാസികൾ ഒന്ന് പിന്മാറ്റത്തിലേക്ക് കടന്നു പോകുന്നു. രണ്ടാമത്തേത്, അവർ എന്തിനു വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടുവോ ആ പ്രതിഷ്ഠയെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ, രക്ഷയെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ, ദൈവനാമത്തിനു വേണ്ടി ജീവിക്കണമെന്നുള്ള ചിന്തയില്ലാതെ ജീവിക്കുന്ന കാലം. രണ്ടാമത്തെ ഉദാഹരണം, യോനാ പ്രവാചകൻ വന്ന അപകടത്തിൽ ഓർക്കാതെ, ചിന്തിക്കാതെ കപ്പലിൽ കിടന്നു ഉറങ്ങി. അപ്പൊ യോന കപ്പലിൽ കിടന്നു ഉറങ്ങിയത് അവനെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചുവോ ആ വിളിയെ മറന്നാണ് അവൻ ഉറങ്ങിയതായി യോന 1:5 കാണാൻ കഴിയും. യോന പ്രവാചകൻ ദൈവം അവനെ വിളിച്ച വിളിയെ മറന്ന് ഉറങ്ങി. അപ്പോസ്തലൻ എടുത്തു പറയുന്നത് നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പയും ഉറപ്പാക്കിക്കൊള്ളണമെന്നാണ്. എന്നാൽ ഇന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ട വിശ്വാസികൾ, പ്രവാചകന്മാർ, ദൈവത്താൽ വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാർ, ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവദാസന്മാർ അനേകർ തങ്ങളുടെ വിളിയെ അവർ മറന്ന് അജാഗ്രതയോട്, നിർവിചാരത്തോട്, നിർഭയമായി, ഭയം കൂടാതെ അവർ ലോകത്തിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഉദാഹരണം, യൂത്തിക്കോസ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് ത്രോവാസ് പട്ടണത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിൽ അവൻ അർദ്ധരാത്രി വരയ്ക്കും അവൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ആ പ്രസംഗത്തെ കേട്ടുകൊണ്ടിരുന്ന ആളുകൾ ഒരു മനുഷ്യനാണ് യൂത്തിക്കോസ്. ഇവൻ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരിക്കാതെ ആ കെട്ടിടത്തിന്റെ ജനാലിൽ അവൻ കയറി ഇരുന്നു കൊണ്ടാണ് സുവിശേഷം കേട്ടുകൊണ്ടിരുന്നത്. അജാഗ്രതയോടിരുന്നു, ഉറങ്ങി, മയക്കം പിടിച്ചു ഉറങ്ങി, സുവിശേഷം ഗ്രഹിച്ചില്ല, താഴേക്ക് വീഴുന്നു, മരിച്ചവനായി എടുക്കപ്പെട്ടു. യൂത്തിക്കോസ് സുവിശേഷത്തെ മറന്ന്
അവൻ ഉറങ്ങി. ഈ സുവിശേഷത്തെ കേട്ടും അവർ നിർവിചാരമായി ജീവിക്കുന്നതിന്റെ ഒരു ഉദാഹരണം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് നോഗയുടെ കാലത്തുള്ള ജനം. മത്തായി സുവിശേഷം 24 അധ്യായം 37 മുതൽ 39 വരയ്ക്കുമുള്ള വാക്യങ്ങളിൽ നോഗയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്തും നോഗ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കൊടുച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. അവർ അറിഞ്ഞതുമില്ല എന്ന് പറയുന്ന വാക്ക് തമിഴ് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് അവർ ഉണർവില്ലാത്തവരായിരുന്നു, നിർവിചാരികളായിരുന്നു, അജാഗ്രതയുള്ളവരായിരുന്നു. അതിനെക്കുറിച്ച് 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നീതിപ്രസംഗിയായ നോഗ അവൻ പെട്ടകം തീർക്കുന്നത് വരേക്കും ജനത്തോട് പ്രസംഗിച്ച് ആരും കൂട്ടാക്കിയില്ല. പക്ഷെ പെട്ടകത്തിനകത്തിൽ കാര്യമെന്ന് നോഗ ഉൾപ്പെടെ അവന്റെ കുടുംബത്തിലുള്ള 8 പേർ മാത്രം. അന്നത്തെ പെട്ടകമുണ്ടാക്കിയവരും അതിനുവേണ്ടി അഘോരാർത്ഥം അധ്വാനിച്ചവരും മറ്റുള്ളവരും ദേശത്തുള്ളവരും നോഗയുടെ സുവിശേഷം കേട്ട് അവർ അജാഗ്രതയുള്ളവരായി, ഉണർവില്ലാത്തവരായി അവർ ജീവിച്ച് മനുഷ്യപുത്രൻ വരുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും. നോഗയുടെ കാലം പോലെ യേശു പറഞ്ഞത് സുവിശേഷം കേട്ട് ജനം നിർവിചാരികളായിരിക്കുമെന്നാണ്, രക്ഷിക്കപ്പെടുകയില്ല എന്നാണ്, അജാഗ്രതയോടെ ഇരിക്കുമെന്നാണ്. ഇന്ന് നമ്മുടെ ദൈവദാസന്മാരും പ്രവാചകന്മാരും പറയുന്ന ഉണർവ് വരുമെന്നാണ്. വചനങ്ങളിൽ ശ്രദ്ധിക്കുക. അപ്പൊ യൂത്തിക്കോസും സുവിശേഷത്തിന് ചെവിചായ്ക്കാതെ മയക്കം പിടിച്ച് ഉറങ്ങി അവൻ മരിച്ചവനായി എടുക്കപ്പെട്ടു. പക്ഷെ ദൈവം അത്ഭുതം ചെയ്തു, അത് വേറെ കാര്യം. നോഗയുടെ കാല ജനങ്ങളും സുവിശേഷത്തിന് ചെവിചായ്ക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെ ലക്ഷക്കണക്കിൽ രൂപ ചെലവഴിച്ച് വലിയ വലിയ യോഗങ്ങൾ ക്രമീകരിക്കുന്നു. എന്നാൽ സുവിശേഷത്തിന് എത്ര പേർ ചെവിചായ്ക്കുന്നുണ്ട്? എത്ര പേർ രക്ഷിക്കപ്പെടുന്നുണ്ട്? എത്ര പേർ ദൈവസഭയിൽ ചേരുന്നുണ്ട്? വിരൽ വിട്ടി എണ്ണുന്ന അളവിൽ മാത്രമാണ്. യൂത്തിക്കോസ് സുവിശേഷത്തെ മറന്നു ഉറങ്ങി. ഇന്നെന്റെ വാക്ക് ശ്രവിക്കുന്ന രക്ഷിക്കപ്പെടാത്ത, ഇതുവരെയ്ക്കും ദൈവജനത്തെ അനുസരിക്കാതെ ദൈവത്തിനായി ജീവിക്കാതെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാതെ ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നും അനന്തകോടി വിശുദ്ധന്മാരാൽ, വിശ്വാസികളാൽ, ദൈവഭക്തന്മാരാൽ, സുവിശേഷകന്മാരാൽ, പ്രവാചകന്മാരാൽ സുവിശേഷം അറിയിക്കപ്പെടുന്നു. പക്ഷേ ഈ സുവിശേഷത്തിന് ചെവിചായ്ക്കാതെ യേശു ക്രിസ്തുവിന്റെ രക്തം മലിനമെന്ന് എണ്ണി അതിനെ ചവിട്ടിക്കളഞ്ഞ് കടന്നുപോയാൽ ഈ സുവിശേഷം ഒരു നാൾ നിന്നെ ന്യായം വിധിക്കും. നിത്യയിലേക്ക് നിനക്ക് പോകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാളുകളിൽ ദൈവമക്കൾ അറിയിക്കുന്ന സുവിശേഷത്തിന് ചെവി കൊടുത്ത് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരം രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിനായി ജീവിപ്പാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വളരെ ഭാരത്തോട് നിങ്ങൾ ആഹ്വാനം ചെയ്യും. രക്ഷിക്കപ്പെട്ടാൽ നിത്യജീവൻ നിങ്ങൾക്ക് ഉറപ്പാണ്. രക്ഷിക്കപ്പെടാതിരുന്നാലോ ഒരു ന്യായവിധി, ഒരു നരകവിധി, ഇത് രണ്ടും നിന്റെ മുൻപിലുണ്ട്. അതിലകപ്പെടാതിരിപ്പാനാണ് ദൈവദാസന്മാരാൽ സുവിശേഷങ്ങൾക്ക് അറിയിക്കപ്പെടുന്നത്. ഈ ഉറക്കത്തിന് 4-ാമത്തെ ഉദാഹരണം യേശു പറഞ്ഞ 10 കന്യകമാർ. ഈ 10 കന്യകമാർ മണവാളന്റെ വരവിനു വേണ്ടി കാത്തിരുന്നവർ. അപ്പോൾ സഭയിൽ ഉൾപ്പെട്ടവരാണ്. സഭയ്ക്ക് കൊടുക്കപ്പെട്ട പേര് കന്യക എന്നാണ്. യേശു പറഞ്ഞതും മണവാളന് വേണ്ടി കാത്തിരുന്ന 10 കന്യകമാർ. മത്തായി 25:1 മുതൽ. ഇനി അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി
കർത്താവെന്ന ഏക ഭർത്താവിന് വേണ്ടി നിയമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് മണവാട്ടി എന്നല്ല, സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് കന്യക എന്നാണ്. അപ്പോൾ മണവാളന്റെ വരവിന് വേണ്ടി അല്ലെങ്കിൽ യേശുവിന്റെ വരവിന് വേണ്ടി 10 കന്യകമാർ കാത്തിരുന്നു. അങ്ങനെയെങ്കിൽ ഈ 10 കന്യകമാർ എന്ന് പറയുന്നത് സഭയിൽ ഉൾപ്പെട്ടവരാണ്. ഈ 10 കന്യകമാരെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് എണ്ണ ഉള്ള കന്യകമാർ, 2 എണ്ണ ഇല്ലാത്ത കന്യകമാർ. ഈ എണ്ണ ഉള്ള കന്യകമാർ എന്നതിന് ഈ എണ്ണ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ അഭിഷേക തൈലമെന്ന എണ്ണ 2 കൂട്ടർക്ക് കൊടുക്കപ്പെടുകയാണ്, അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഒന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാരെ അഭിഷേക തൈലത്താൽ അവർ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. 2 ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരെ ദൈവം അഭിഷേക തൈലത്താൽ തന്റെ പ്രവാചകന്മാരെ കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പുതിയ നിയമസഭ, രക്ഷിക്കപ്പെട്ട ജനം, അവരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജാക്കന്മാരായും പുരോഹിതന്മാരായും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. വെളിപ്പാട് 1:6, വെളിപ്പാട് 5:10. അപ്പൊ എണ്ണ ഉള്ളവരെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരും ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരും രാജാക്കന്മാരായും പുരോഹിതന്മാരായും കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ പുതിയ നിയമസഭയാണ് ഈ കന്യക എന്ന് പറയുന്നത്, എണ്ണ ഉള്ള കന്യക. എന്നാൽ എണ്ണയില്ലാത്ത കന്യകമാർ എന്ന് കാണും. അവർക്ക് നേരത്തെ എണ്ണ ഉണ്ടോ എന്നുള്ളത് അവിടെ രേഖയില്ല. എന്നാൽ എണ്ണയില്ല. ഇത് ആരാണ് എണ്ണയില്ലാത്തവർ? യേശുവിന്റെ വരവിനു വേണ്ടി കാത്തിരുന്നവരാണ്. ഇതാരാണ് എണ്ണയില്ലാത്തവർ? 2 കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാം. ഒന്ന്, ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവർ, ആത്മാവിന്റെ കൃപകൾ പ്രാപിച്ചവർ, രക്ഷ പ്രാപിച്ചവർ. പിന്മാറിപ്പോയവരെയും എണ്ണയില്ലാത്തവരെന്ന് വിശേഷിപ്പിക്കാം. 2, നാമധേയ സഭയിലുള്ള അനേകർ യേശുവിനെ വിശ്വസിക്കുന്നു. യേശുവിന്റെ വരവനായി അവരും ഇന്നും പ്രസംഗിക്കുന്നു, കാത്തിരിക്കുന്നു. എന്നാൽ ദൈവം നൽകിയതായ ആത്മാഭിഷേകം പ്രാപിക്കാതെയും ദൈവകൃപ പ്രാപിക്കാതെയും ഒരു ചടങ്ങാചാരമായ നിലയിൽ അജാഗ്രതയോട് അവരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയാണ് എണ്ണയില്ലാത്തവർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് എണ്ണ ഉള്ളവരായിരിക്കുന്ന അഭിഷേകം പ്രാപിച്ച ദൈവമക്കളും ഒരുപക്ഷെയെങ്കിൽ അഭിഷേകം പ്രാപിച്ച് നഷ്ടപ്പെട്ടവരും പിന്മാറിപ്പോയവരും മറ്റുമുള്ള നാമധേയ സഭകളിൽ ആചാരങ്ങളിലൂടെ കടന്നുപോകുന്ന പലരും, ഇവരെല്ലാവരും ഈ വക സഭകളൊക്കെയും ജനമൊക്കെയും യേശുക്രിസ്തുവിന് വരവിന് മുൻപ് അവർ നിർഭയ സ്വരമുള്ളവരായി, നിർവിചാരികളായി, ഉണർവില്ലാത്തവരായി, യേശുക്രിസ്തുവിന് വരവിനെ കുറിച്ചുള്ള ചിന്തയില്ലാത്തവരായി ജീവിച്ചു കൊണ്ടിരിക്കും. ഇന്ന് അങ്ങനെ സംഭവിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടങ്ങളിലും ഒക്കെ ചിന്തിച്ചു നോക്കിയാൽ അതിനു മുമ്പൊക്കെയും ഏത് ദൈവദാസന്മാർ എവിടെ പ്രസംഗിച്ചാലും, ഏത് റേഡിയോ പ്രക്ഷേപണത്തിലായിരുന്നാലും ചില വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളായ ചില വിഷയങ്ങളെ അവർ വളരെ വ്യക്തമായി വിശദീകരിച്ച് പ്രസംഗിക്കാറുണ്ട്. അതിൽ ഒന്നാണ് യേശുക്രിസ്തു 2ാം വരവ്, ന്യായവിധി, നരകം, നിത്യത, സ്വർഗരാജിന്റെ സൗഭാഗ്യം. ഇന്ന് എവിടെ നോക്കിയാലും അനുഗ്രഹം അനുഗ്രഹം
അവൻ നിന്നെ അനുഗ്രഹിച്ചു വാലല്ല തലയാക്കി നിന്നെ ഉയർത്തും. രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം ഇന്ന് വളരെ വിരളമാണ്. മാനസാന്തരത്തിന്റെ സുവിശേഷം ഇന്ന് വളരെ വിരളമാണ്. നിത്യതയെക്കുറിച്ചുള്ള സുവിശേഷം ഇന്ന് വളരെ ചുരുക്കമാണ്. ലോകത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി മാത്രം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, അതിനുവേണ്ടിയുള്ള ഉപവാസം, അതിനുവേണ്ടിയുള്ള ശുശ്രൂഷ, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഇവകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറക്കം. പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ വരവിന് തൊട്ട് മുൻപ് സഭ ഉറങ്ങും. ദൈവദർശനമുള്ളവർ, പ്രതിഷ്ഠയുള്ളവർ, കർത്താവിന്റെ വിളിയുള്ളവർ, സുവിശേഷത്തെ കേൾക്കുന്നവർ, ആത്മാവിന്റെ അഭിഷേകവും കൃപകളും പ്രാപിച്ചവർ പലരും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കഴിയാതെ അനേകർ പിന്മാറ്റത്തിൽ പോയിരിക്കുന്നു. വാക്യം കേൾക്കുന്ന പിന്മാറ്റത്തിലിരിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ ഉണ്ടെങ്കിൽ നിന്റെ പിന്മാറ്റത്തെ വിട്ട് മടങ്ങി ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യും. കർത്താവ് വരാറായി. പ്രതിഷ്ഠയെ മറന്ന്, വേലയ്ക്കുള്ള വിളിയെ മറന്ന്, സുവിശേഷീകരണത്തെ മറന്ന്, ദൈവകൃപ പ്രാപിച്ച അനുഭവങ്ങളെ മറന്ന് ഈ കാലത്ത് നമ്മൾ ജീവിക്കാതെ നാം ഈ നാളുകൾ ഉണർന്നുകൊണ്ട് ജീവിക്കേണ്ട കാലം ഇതാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സഭയ്ക്ക് ഇതാ ഉണർവ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞുള്ള സുവിശേഷം ദൈവവചനത്തിന് വിരുദ്ധമാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്നും ധാരാളം പേർ രക്ഷിക്കപ്പെടുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു എന്നാൽ കേൾക്കുന്നുണ്ട്. അതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ അതും ഇനി തീരേണ്ട കാലം അടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശു വരവിന് മുൻപ് ഇനി ഒരു ഉണർവില്ല എന്നാണ്. കാരണം സഭ ഉറങ്ങും. യോഹന്നാൻ പറയുന്നതും അവർ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായിരിക്കുമെന്നാണ്. നിങ്ങൾ യേശു പറഞ്ഞ് വിശ്വസിക്കണമോ? അപ്പോസ്തലനായ യോഹന്നാൻ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് വിശ്വസിക്കണമോ? ദൈവവചനം പറയുന്നത് വിശ്വസിക്കണമോ? അതല്ല ഇന്ന് വചനത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ദേവദാസന്മാരെ വിശ്വസിക്കണമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വചനം പറയുന്നത്, യേശു പറയുന്നത്, അപ്പോൾ യോഹന്നാൻ പറയുന്നത് ഇനി ഉണർവില്ല, കാലങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യവചനത്തെ നമുക്ക് സത്യമായ ജനത്തോട് ഉപദേശിച്ച്, പ്രിയ ദൈവദാസന്മാരെ, നമുക്ക് കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കാം, സത്യവചനങ്ങളെ ഉപദേശിക്കാം, ജനത്തെ ഉണർവുള്ളവരായി കർത്താവിന് വരവിന് വേണ്ടി കാത്തിരിപ്പാനായി വേണ്ടി അവരെ ഒന്നുകൂടെ നമുക്ക് ഉത്സാഹിപ്പിക്കാം. തിരുവചനത്തിലൂടെ നമുക്കും ഒരുങ്ങാം. കർത്താവ് വരാറായി. അടുത്ത വീഡിയോയിൽ നാം കാണുന്നത് വരയ്ക്കും ദൈവം നമ്മെല്ലാവരെയും കാത്ത് അവന്റെ വരവിനായി ഒരുക്കട്ടെ, പരിപാലിക്കട്ടെ. മാരാനാഥ. May God bless you.